ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ തന്നെ ഏറ്റവും അധികം സിനിമകൾ വിവിധ ഭാഷകളിൽ നിന്നും അതും വമ്പൻ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരാഴ്ചയായിട്ട് ഈ ആഴ്ച മാറുകയാണ്. സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് ഒട്ടനേകം സിനിമകളാണ് ഈ ആഴ്ച റിലീസ് ചെയ്യുന്നത്. 11 സിനിമകൾ വിവിധ ഭാഷകളിൽ നിന്നുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ആദ്യമേ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മോളിവുഡിൽ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട റിലീസ് ബേസിൽ ജോസഫ് നായകനെത്തുന്ന നുണക്കുഴിയുടേതാണ്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമ ഡാർക്ക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റും അഭിമുഖങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മലയാളം സിനിമ വാഴയുടേതാണ്. ഒരുപിടി യുവാക്കൾ അഭിനയിക്കുന്ന സിനിമയാണ് വാഴ. ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് 15-ാം തീയതി റിലീസ് ചെയ്യുന്നു. വിപിൻ ദാസ് ആണ് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇനി ബോളിവുഡിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് സ്ത്രീ 2 എന്ന സിനിമ മാറിയിരിക്കുകയാണ്. സ്ത്രീ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് വരാനിരിക്കുന്ന ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടപ്പോൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റെല്ലാ സിനിമകളേക്കാൾ വമ്പൻ ബുക്കിംഗ്, അതായത് 1,00,000-ലധികം ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് സ്ത്രീ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പോസിറ്റീവ് നേടിയെടുത്താൽ സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമാക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. മറ്റൊരു ബോളിവുഡ് ചിത്രം ഗേൽ ഗേൽ മേ എന്ന സിനിമയാണ്. ചിത്രം 12th മാൻ എന്ന സിനിമയുടെ മറ്റൊരു പതിപ്പ്, പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന മറ്റൊരു വിദേശ സിനിമയുടെ റീമേക്ക് എന്നൊക്കെ പറയാവുന്ന ഏറ്റവും പുതിയ അക്ഷയ് കുമാർ സിനിമയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ അക്ഷയ് ചിത്രമെങ്കിലും ഈ വർഷം മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ബോളിവുഡിൽ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട റിലീസ് വേദയുടേതാണ്. ജോൺ എബ്രഹാം, തമന്ന എന്നിവർ അഭിനയിക്കുന്ന സിനിമ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് രവി തേജ നായകനെത്തുന്ന മിസ്റ്റർ ബച്ചൻ എന്ന സിനിമയാണ്. മറ്റൊരു രവി തേജ മാസ് എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യുന്നു. ട്രെയിലർ എല്ലാം തന്നെ റിലീസ് ആയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ പാനന്തൻ തെലുഗു സിനിമ എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയുടെ ഡബിൾ ഐ സ്മാർട്ട്. ചിത്രം ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യുന്നു. റാം പോത്തിനേനി ഒപ്പം സഞ്ജയ് ദത്ത് തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നു. ഇനി തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ചിയാൻ വിക്രമിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള അടുത്ത വമ്പൻ നായകനെത്തുന്ന സിനിമ പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. തങ്കലാനോടൊപ്പം മറ്റ് 2 തമിഴ് സിനിമകൾ കൂടി റിലീസ് ചെയ്യുന്നു. അതിലൊന്ന് കീർത്തി സുരേഷ് നായിക വേഷത്തിലെത്തുന്ന രഘുത്താത്ത എന്ന സിനിമയാണ്. മറ്റൊന്ന് ഒരു രണ്ടാം ഭാഗ സിനിമയാണ്. ഡിമോണ്ടി കോളനി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഡിമോണ്ടി കോളനി 2 ഈ ആഴ്ച ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യുന്നു. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ അരുൾ നിധിയാണ് നായകൻ. ഈ പറഞ്ഞ 10 സിനിമകളോടൊപ്പം ഒരു റീ റിലീസ് ചിത്രം കൂടി ലാലേട്ടൻ്റെതായിട്ട് റിലീസ് ചെയ്യുന്നു. ലാലേട്ടൻ, ശോഭന, സുരേഷ് ഗോപി തുടങ്ങിയവർ അഭിനയിച്ച മണിച്ചിത്രത്താഴാണ് ഈ ആഴ്ച ചിങ്ങം 1-ന് ഓഗസ്റ്റ് 17-ാം തീയതി ശനിയാഴ്ച തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ, അവസാന ട്രെയിലർ ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ട്രെയിലറാണ് ഇപ്പോഴത്തെ ഓൺലൈനായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിരലിലെണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത്? സിനിമകളുടെ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കൂ.